ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വൈകുന്നേരം കായൽ സൗന്ദര്യം കാണാൻ ഇറങ്ങിയതാണ്. കൂടെ കുറുമ്പന്മാരുമുണ്ട്. ഞാൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഇരുവരും ചൂണ്ടയുമായി ഇറങ്ങി. മീൻ പിടിക്കലാണ് ഇന്നത്തെ പരിപാടി. ചൂണ്ട കൊഴുക്കുമ്പോഴേക്കും പുറം കാഴ്ചകൾ ഞാൻ ക്യാമറയിൽ പകർത്തി തുടങ്ങി. പഴയതുപോലെയൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ കായൽ തീരം ആകെ അഴുക്കായി കിടക്കുകയാണ്. പായലും കുളവാഴയും കറുകപ്പുല്ലും ഒക്കെയായിട്ട് കായലേത് കരയേത് എന്നറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. എവിടെ നിന്നൊക്കെ വന്നടിഞ്ഞ പുല്ലിൻ കൂട്ടങ്ങൾ ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. കുറച്ചപ്പുറത്തായി ഒരു പോത്തും കുട്ടി വെള്ളത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ മുങ്ങിയും പൊങ്ങിയും സുഖിക്കുകയാണ്. അരികത്തായി ഒരു പശുക്കിടാവ് കായലിൽ വളർന്നു കിടക്കുന്ന പുൽനാമ്പുകൾ തിന്നുന്നുണ്ടായിരുന്നു. സായാഹ്ന സൂര്യൻ്റെ പ്രകാശം മരങ്ങളിലും ഇലകളിലും മഞ്ഞ നിറം പ്രതിഫലിപ്പിച്ചു. ആകാശ നീലിമയും ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യവും വളരെ മനോഹരമാണ്. കുറച്ചകലെയായി പൈക്കൾ മേഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സായാഹ്ന സൂര്യൻ്റെ പ്രകാശം കണ്ണിൽ വന്ന് തട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി. അപ്പോഴാണ് ഈ കുഞ്ഞു പുൽച്ചെടി എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഡ്രസ്സിലാകെ തട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിനെ ഞങ്ങൾ ഊപ്പൻ എന്നാണ് വിളിക്കാറ്. ഈ ഇത്തിരി കുഞ്ഞൻ ആളൊരു ഭീകരനാണ് കേട്ടോ. തുണികളിൽ പറ്റി കയറി കഴിഞ്ഞാൽ സൂചിമിന് പോലെ ദേഹമാസകലം കുത്തി നോവിക്കാൻ ഇവൻ ബിരുദനാണ്. ഇവനെ പെറുക്കിയെടുക്കൽ വളരെ പ്രയാസകരമാണ്. ഈ പറമ്പിൽ ഭൂരിഭാഗത്തും ഇവൻ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ഭാഗത്തായി കുറേ പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റും ആരോ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത് കണ്ടു. രാത്രികാലങ്ങളിൽ മറ്റോ ആയിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായി ഒരു കുളവാഴ പൂവ്. അതും നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞന്മാർ അവിടെ നിന്ന് വിളിച്ചത്. എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കി. ചിലപ്പോൾ മീൻ കിട്ടിയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ കയർ നീട്ടിക്കെട്ടിയ പശുക്കിടാവിനെ കണ്ട് പേടിച്ചിട്ടാണ് അമ്മമാർ എന്നെ വിളിച്ചത്. എന്നാൽ അധികം താമസിക്കാതെ തന്നെ സുൽത്താൻ്റെ ചുണ്ടയിൽ ഒരു വേട്ട കുടുങ്ങി. മഞ്ഞക്കൂരിയെന്നും ഞങ്ങൾ പറയാറുണ്ട്. നിങ്ങളിതിനെ ഏത് പേരിലാണ് വിളിക്കുക? എന്തായാലും രണ്ടുപേരും ഹാപ്പിയായി എന്ന് തുള്ളിച്ചാടി സുൽത്താൻ വീട്ടിലേക്ക് ഓടി. അവൻ്റെ മീൻകുളത്തിലെ മീനുകൾക്കൊപ്പം അതിനെ കൂടി ഇടാനായിരിക്കും കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ.